ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫോണിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഷവോമി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഫോണാണ് റെഡ്മി നോട്ട് 8 പ്രോ. അപ്പോൾ ആ ഫോണിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 200 ഗ്രാംസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.53 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും HDR ഇനബിൾഡ് ആണ്. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൻ്റെ OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 9.0 പൈ ആണ്. അതുപോലെ തന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G90T ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇനബിൾഡ് ആണ് ഈ ഫോണിൽ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഗെയിം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ഫോണിൽ ഒരുപാട് നേരം ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചൂടാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫോണിൽ കൂളിംഗ് സിസ്റ്റം ഇനബിൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രിപ്പിൾ മെമ്മറി കാർഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് 2 സിം കാർഡും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡുമാണ് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരേ ടൈമിൽ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പോർട്ട് വേറെ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു സിം കാർഡ് വേറെ തന്നെയാണ്. മറ്റേ പോർട്ടിൽ സിം കാർഡും SD കാർഡുമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് അതായത് SD കാർഡ് എന്ന് പറയുന്നത് 512 GB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻബിൽറ്റ് മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ 3 വേരിയൻസിലാണ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ് തന്നെ 6 GB ആണ്. 6 GB റാം ആണെങ്കിൽ 64 GB ആണ്. 64 GB ആണ് വരുന്നത്. പിന്നെ വരുന്നത് 6 GB റാമിൽ തന്നെ 128 GB ആണ് വരുന്നത്. പിന്നെയുള്ളത് 8 GB റാമിൽ 128 GB. ഇങ്ങനെ 3 വേരിയൻസ് ആയിട്ടാണ്. അതായത് 6 GB റാമിൽ തന്നെ നമുക്ക് 64 GB യും 6 GB റാമിൽ 120 GB യും സ്റ്റോറേജ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെ പറ്റി പറയാം. ബാക്ക് ക്യാമറ വരുന്നത് 64 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ, 2 മെഗാ പിക്സലിലാണ്. 64 മെഗാ പിക്സലിൽ f1.9 ആണ്. 8 മെഗാ പിക്സലിൻ്റെതാണെങ്കിൽ f2.2 ആണ് വരുന്നത്. അത് അൾട്രാ വൈഡ് ആണ്. അൾട്രാ വൈഡ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി 2 മെഗാ പിക്സൽ ആണെങ്കിൽ f2.4 ആണ്. അത് ഒരു മാക്രോ ക്യാമറയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സെൽഫി ക്യാമറയെ പറ്റിയിട്ടാണ്. അത് വരുന്നത് 20 മെഗാ പിക്സലിലാണ്. f2.0 ആണ് വരുന്നത്. അതുപോലെ നമുക്കിത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ തന്നെ നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഇനി ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് അലക്സ ഉണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയാം. 4500 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ബോക്സിൽ ഒരു 18 വാട്ട് ചാർജറും ഫാസ്റ്റ് ചാർജറും അതുപോലെ തന്നെ USB-C ടൈപ്പ് കേബിളും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.